നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാമ്പൻ മാധവ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ആർ സാമ്പന്. മികച്ച റൂറൽ റിപ്പോർട്ടിംഗിന് കണ്ണൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ 2024 പാമ്പൻ മാധവൻ സ്മാരക പത്രപ്രവർത്തക അവാർഡാണ് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാമ്പന് ലഭിച്ചത്. എങ്ങനെ കെട്ടുനക്ഷത്ര വെളിച്ചം എന്ന ശീർഷകത്തിൽ 2024 നവംബർ 15 മുതൽ 6 ദിവസങ്ങളിലായി ജനയുഗം പ്രസിദ്ധീകരിച്ച പരമ്പരയ്ക്കാണ് അവാർഡ്. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പിന്നീട് സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ, സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൽകുന്നത് 6 ദിവസമായിട്ട് ജനയുഗത്തിൽ വന്ന ഈ പരമ്പര, കാരണം 2024 നവംബർ 15 തൊട്ട് 6 ദിവസം വന്നതാണ് ഈ പരമ്പര. റൂറൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാവുന്നത് തന്നെയാണത്. ഈ പരമ്പരക്കാണ് ഈ വർഷത്തെ പാമ്പൻ മാധവൻ സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം നൽകുന്നത്. ജനയുഗത്തിൻ്റെ ഇടുക്കി ബ്യൂറോ ചീഫായ സാമ്പൻ തൊടുപുഴ കോലാനി സ്വദേശിയാണ്. നേരത്തെ ദേശാഭിമാനിയിലുണ്ടായ മാധ്യമപ്രവർത്തകൻ, കഴിഞ്ഞ 33 വർഷമായിട്ട് മാധ്യമപ്രവർത്തകനാണ്. 93 അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്ക് വന്ന ഒരാളാണ്. ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തിന് പ്രസ് കൗൺസിലിൻ്റെ ദേശീയ മാധ്യമ പുരസ്കാരത്തിന് 2 പ്രാവശ്യം അർഹനായ ഒരാളാണ്. സരോജിനി നായിഡു പുരസ്കാരം, രാംനാഥ് ഗോയങ്ക അവാർഡ്, സ്റ്റേറ്റ്സ്മാൻ അവാർഡ് ഫോർ റൂറൽ റിപ്പോർട്ടിംഗ് തുടങ്ങിയ 50-ലേറെ മാധ്യമ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ദീപിക ഡെപ്യൂട്ടി എഡിറ്റർ എം റോയി, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ CP സുരേന്ദ്രൻ, EM രഞ്ജിത്ത് ബാബു എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. പത്രസമ്മേളനത്തിൽ ജൂറി അംഗം EM രഞ്ജിത്ത് ബാബുവും പങ്കെടുത്തു. ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫായ ആർ സാമ്പൻ തൊടുപുഴ കോലാനി സ്വദേശിയാണ്. 33 വർഷമായി മാധ്യമ പ്രവർത്തകൻ. ദേശാഭിമാനി കൊച്ചി യൂണിറ്റിൽ 1993 ജോലിയിൽ പ്രവേശിച്ചു. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ദേശീയ മാധ്യമ പുരസ്കാരത്തിന് 2 വട്ടം അർഹനായി. സരോജിനി നായിഡു പുരസ്കാരം, രാംനാഥ് ഗോയങ്ക അവാർഡ്, സ്റ്റേറ്റ്സ്മാൻസ് അവാർഡ് ഫോർ റൂറൽ റിപ്പോർട്ടിംഗ് തുടങ്ങി 50-ലേറെ മാധ്യമ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ.